ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പിലിക്കോട് മട്ടലായിൽ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായി കുന്നിടിക്കുന്നതിൽ പ്രദേശവാസികൾ ആശങ്കയിൽ. മണ്ണിടിഞ്ഞു വീഴുന്നത് മൂലം പ്രദേശത്തെ 20 കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. ഇവർക്ക് സഞ്ചരിക്കാനുള്ള റോഡ് പോലും ദേശീയപാത വന്നതോടെ ഇല്ലാതായി. കുന്നിന് മുകളിൽ നിന്നുള്ള മണ്ണൊലിച്ചുവെന്ന് സമീപത്തെ വയലുകൾ മൂടിയ നിലയിലാണ് ഇപ്പോൾ. പിലിക്കോട് നിന്ന് അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പിലിക്കോട് മട്ടലായി കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം ആരംഭിച്ച മുതൽ തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ തന്നെ ദുരിതത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം, അതായത് ഈ ദേശീയപാതയിൽ നിന്ന് താഴേക്കുള്ള റോഡാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ്. 20ഓളം വീടുകൾ ഈ പ്രദേശത്തുണ്ട്. തൊട്ടപ്പുറത്തെ വയലാണ്. വയലൊക്കെ ഇപ്പോൾ മണ്ണ് അതിൽ ദേശീയപാത അതോറിറ്റി കുന്നിടിച്ചത് മൂലം ആ മണ്ണൊക്കെ ഒലിച്ചു വന്ന് ഈ വയലിൽ പകുതിയോളം ഭാഗം ഇപ്പോൾ മണ്ണിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഈ റോഡ് ഉൾപ്പെടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ആളുകൾക്ക്, അതായത് 20ഓളം കുടുംബങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള വാഹനങ്ങൾ ഇറക്കാനുള്ള ആ റോഡ് ഉൾപ്പെടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ഈ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഇടിഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത് ഭീകരമായ അവസ്ഥ. ഇവർക്ക് വാഹനങ്ങളൊന്നും തന്നെ, ഒരു ബൈക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാരൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ ഈ ഇതിനെ തൊട്ടപ്പുറത്ത്, അതായത് ദേശീയപാതയ്ക്ക് തൊട്ടു താഴെയുള്ളൊരു വീടുണ്ട്, രമേശൻ ചേട്ടൻ്റെ വീടാണ്. ആ വീട്ടിലെ വാഹനം, ഈ കാറ് ഇവിടെ നിന്ന് അനക്കിയിട്ട് 10 ദിവസം പിന്നിട്ടു എന്നാണ് പറയുന്നത്. മഴ തുടങ്ങിയത് മുതൽ തന്നെ ഈ കാർ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതൊന്ന് സ്റ്റാർട്ടാക്കാൻ പോലും കഴിയുന്നില്ല. ഒന്ന് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് രമേശൻ ചേട്ടൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത അവസ്ഥയാണ്. മുഴുവൻ മണ്ണും ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ചെളി വീട്ടിലേക്ക് കയറുന്ന ഒരു അവസ്ഥയുണ്ട്. വല്ലാത്ത ദുരിതമാണ് അല്ലേ? അതെ. കഴിഞ്ഞ 4 വർഷമായിട്ട് മെഗാ കമ്പനിയുടെ ആൾക്കാരോട് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർ വന്നിട്ട് താൽക്കാലിക ക്ലീൻ ചെയ്തിട്ട് പോകും. പിന്നെ വീണ്ടും ഇതേ അവസ്ഥയാണ്. ഇപ്പം ഫസ്റ്റ് മഴ പെയ്തപ്പോൾ തന്നെ കുന്നിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മണ്ണെല്ലാം ഒലിച്ച് വീടിനകത്തേക്ക് വന്നു. അങ്ങനെ വന്ന് നമ്മൾ ഇപ്പം വൃത്തിയാക്കിയിട്ട് ഇപ്പം 12-ാം തീയതി വന്ന മഴയിലുള്ള ചളിയെല്ലാം വൃത്തിയാക്കി. അപ്പം മിനിഞ്ഞാന്ന് ആദ്യം പെയ്ത മഴയിൽ വീണ്ടും അതേ ചളി കൂടുതലായിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ താമസം ഏട്ടൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് തൊട്ടടുത്ത്. ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. ജില്ലാ കളക്ടർ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച 12-ാം തീയതി നമ്മളെ ഇവിടെ ഒരു അന്യദേശ തൊഴിലാളി മരിച്ച സമയത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഇതൊക്കെ നോക്കിയ സമയത്തും ഇത് പെട്ടെന്ന് ചെയ്യുന്നില്ല. ഇതിൽ ഇതിന് വേണ്ടുന്ന ഡ്രൈനേജിന് വേണ്ടുന്ന കോൺക്രീറ്റ് പൈപ്പുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും പണിയൊന്നും നടന്നില്ല. അത് തന്നെയാണ് വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഈ ഭാഗത്തെ ജനങ്ങളൊക്കെ തന്നെ ഉള്ളത്. മട്ടലായി കുന്ന് ഇടിഞ്ഞ് താഴേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ ഈ സോയിൽ നെയറിങ്ങിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ കൈകൊണ്ട് പിടിച്ച് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ ഇവിടെ കോൺക്രീറ്റൊക്കെ ഈ കുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നാണ് പറയാനുള്ളത്. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തണമെന്നും പറയുന്നുണ്ട്. ശക്തമായ ജനവികാരം ഈ പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.